കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം. ഗുഡ് ഈവനിങ്. നമ്മൾ ഭഗവത്ഗീത 12-ാം അധ്യായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 12-ാം അധ്യായം നമസ്തേ ജ്യോതി. വളരെ വിശേഷപ്പെട്ട അധ്യായം. 12-ാം അധ്യായത്തില് നമ്മുടെ അർജുനൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മളത് കണ്ടു. കഴിഞ്ഞ ക്ലാസ് ഉണ്ടായില്ല. കുറച്ച് എന്താ പറയുക, വോയിസ് ബോക്സ് പണി മുടക്കിയിട്ട് ഇന്നാണ് കുറച്ചൊന്ന് വർത്തമാനം പറയാനൊക്കെ ഒന്ന് ശരിയായത്. അതിന് മുന്നത്തെ ക്ലാസ് ഒപ്പിച്ചതാണ്. അപ്പം അർജുനന്റെ ചോദ്യം എന്തായിരുന്നു? അർജുനന്റെ ചോദ്യം എന്താണ്? സഗുണ ധ്യാനമാണോ നിർഗുണ ധ്യാനമാണോ ശ്രേഷ്ഠം? അപ്പോൾ ഇതിൽ ഒന്ന് പറഞ്ഞു തരൂ ഭഗവാനെ എന്ന് പറയണം. അപ്പം സഗുണ ധ്യാനം എന്ന് വെച്ചാൽ എന്താ? ഈശ്വരനെ ഗുണങ്ങളോട് കൂടി, അതായത് ആട്രിബ്യൂട്ട്സോട് കൂടി ധ്യാനിക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ അറിയാം, വിഷ്ണു സഹസ്രനാമം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. അപ്പം മേഘശ്യാമം, പീത, കൗശേയവാസം, അങ്ങനെ അല്ലാപ്പോൾ ലളിത സഹസ്രനാമാണെങ്കിൽ അരുണ, കരുണാതരംഗിതാക്ഷി, ധൃതപാശ, അങ്കുശ, പുഷ്പ, ബാണ, ചാപ, എല്ലാ രൂപങ്ങളോടുകൂടി, ഗുണങ്ങളോടുകൂടി, അലങ്കാരങ്ങളോട് കൂടി, ആയുധങ്ങളോട് കൂടിയിട്ട് ഈശ്വരനെ, ആ പരമമായ ആ ചൈതന്യത്തെ നമ്മൾ മനസ്സിൽ അറിഞ്ഞ് ധ്യാനിക്കുന്നതിനാണ് സഗുണ ധ്യാനം എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഗുണങ്ങളോടും കൂടിയത്. പക്ഷെ നിർഗുണ ധ്യാനം എന്ന് പറയുമ്പോഴെന്താ? അതിൽ ആ നിർഗുണം എന്ന് പറയുമ്പം ഈ വക ഒരു തരത്തിലുള്ള ആട്രിബ്യൂട്ട്സ്, ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാതെ, അതായത് നാമരൂപങ്ങൾ നമുക്കറിയുന്ന, നമുക്ക് എന്തിനേയും നമുക്ക് അറിയുന്നത് നമുക്ക് അതിൻ്റെ ഒന്നുകിൽ അതിൻ്റെ രൂപം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പേര് കൊണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഈ നാമരൂപങ്ങളൊന്നും കൂടാതെ, അഥവാ നാമരൂപങ്ങളെന്ന് മാത്രമല്ല, നമുക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാതെ, അതായത് അസ്പർശം പറഞ്ഞാൽ തൊടാൻ പറ്റാതെ, ആ രൂപമില്ലാതെ, ആ ഗന്ധം, അതിനൊരു ഫ്രേഗ്രൻസോ ഒരു മണമോ അറിയാത്ത തരത്തിൽ, ആ രസം, അതിനെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിൽ, അങ്ങനെ നമുക്കറിയാവുന്ന നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് രൂപ, രസ, ഗന്ധങ്ങൾ കൊണ്ട് അറിയാൻ പറ്റാത്ത, അതിനോട് പറ്റാത്ത തരത്തിലുള്ള ആ ആരാധനയാണ് നിർഗുണ ധ്യാനം എന്ന് വെച്ചാൽ ധ്യാനിക്കുന്നത്. അപ്പം ഈ രണ്ടെണ്ണത്തിൽ വെച്ചിട്ട് ഈ രണ്ട് ധ്യാനം ചെയ്യുന്നവർ, അല്ലേ? അപ്പം എങ്ങനെ സഗുണഭാവത്തിൽ ഈശ്വരനെ ആരാധിക്കുന്നവരാണോ, അതോ നിർഗുണ പരബ്രഹ്മമായിട്ട് ഈശ്വര ചൈതന്യത്തെ ആരാധിക്കുന്നവരാണോ ശ്രേഷ്ഠർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കണ്ടു, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ റെലവൻസ് ഇല്ല. അതായത് ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത നമുക്കിപ്പോൾ അച്ഛനാണോ അമ്മയാണോ ശ്രേഷ്ഠം എന്ന് പറയുന്ന പോലെയാണ്. അഥവാ നമ്മളെപ്പോഴും പറഞ്ഞ പോലെ, നമ്മുടെ ഡെയിലി ലൈഫിൽ പറഞ്ഞ പോലെ, സ്കൂളാണോ കോളേജാണോ ശ്രേഷ്ഠം എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ നമുക്ക് ചോയ്സ് ഇല്ല. അപ്പോൾ അതായത് രണ്ടും ഒരുപോലെ, രണ്ടും വേണ്ടത് തമ്മിൽ നമുക്ക് ചോയ്സ് ഇല്ല. അതേസമയം റെഡ് ഷർട്ടാണോ ബ്ലൂ ഷർട്ടാണോ നല്ലത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കപ്പോൾ പറയാം, ഓക്കെ, റെഡ് ഷർട്ട് അല്ലെങ്കിൽ ബ്ലൂ ഷർട്ടാണ് ഇതിനെക്കാട്ടിലും ബെറ്റർ എന്ന് പറയാം. ഒരേ തരത്തിലുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് കമ്പാരിസൺ പറ്റുള്ളൂ. അപ്പം ഇവിടെ ഒരേ തരത്തിലുള്ള രണ്ട് കാര്യങ്ങളല്ല ഇത് രണ്ടും വേണ്ട കാര്യങ്ങളാണ്. അപ്പം അച്ഛനും വേണ്ടതാണ്, അമ്മയും വേണ്ടതാണ്, സ്കൂളും വേണ്ടതാണ്, കോളേജും വേണ്ടതാണ്. അപ്പം അത് തമ്മിൽ കമ്പാരബിൾ അല്ല. ഈ സഗുണ ഈശ്വര ധ്യാനമാണോ നല്ലത്, നിർഗുണ ഈശ്വര ധ്യാനമാണോ നല്ലത് എന്ന ചോദ്യം, ആ ചോദ്യത്തിന് തന്നെ ശരിക്കും പറഞ്ഞാൽ റെലവൻസ് ഇല്ല. പക്ഷെ അഖില ഗുരുവായിട്ടുള്ള ഭഗവാൻ അർജുനനെ ആ ചോദ്യം, നീ മണ്ട ചോദ്യം ചോദിക്കല്ലേ എന്ന് പറയാതെ ഭഗവാൻ അതിന് വളരെ നല്ല ഉത്തരം തന്നെയാണ് കൊടുക്കുന്നത്. ഭഗവാൻ പറയണം, ഇത് തമ്മിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇത് രണ്ടും തമ്മിൽ താരതമ്യത്തിന് വകുപ്പില്ല എന്ന് പറയുന്നതിന് പകരം ഭഗവാൻ പറയുന്നത്, സഗുണ ധ്യാനം ചെയ്യുന്നവർ വളരെ ശ്രേഷ്ഠരാണ്.
നിർഗുണ ധ്യാനം ചെയ്യുന്നവർ എന്നിൽ വന്ന് ചേരും. അപ്പം ഇപ്പം നമുക്കിപ്പോൾ വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഭക്ഷണം ഭക്ഷണത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ ഡയറ്റൊക്കെ നല്ലോണം നോക്കുന്നവരും അറിവുള്ളവരും ആയതുകൊണ്ട് നമുക്ക് പറയാം ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, മിനറൽസ്, വൈറ്റമിൻസ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ് ആണോ നല്ലത്, ഫാറ്റ് ആണോ നല്ലത്, ഇതെല്ലാം ഭക്ഷണത്തിൽ വേണ്ട കാര്യങ്ങളാണ്. അപ്പം ഒന്ന് ഒഴിവാക്കണം, കാർബോഹൈഡ്രേറ്റേ ഇല്ലാതെ പ്രോട്ടീൻ മാത്രമാണ് വിശിഷ്ടം അല്ലെങ്കിൽ വൈറ്റമിൻസ് മാത്രമാണ് ഉത്തമം, അങ്ങനെ നമുക്കൊരിക്കലും ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസം പോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ സ്കൂൾ പഠനം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം അത് വേണ്ടതാണ്. കോളേജ് പഠനം അതും വേണ്ടത് തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ കോളേജ് പഠനവും സാധ്യമാവുമോ? അതിനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്കറിയാം സ്കൂൾ പഠിക്കുന്നതിനൊപ്പം നമുക്ക് കോളേജിൽ പഠിക്കാൻ പറ്റില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ രണ്ട് ധ്യാനത്തിൽ രണ്ടും നമുക്കിപ്പോൾ രണ്ടും ശ്രേഷ്ഠമാണ് എന്നാണ് ആദ്യം പറഞ്ഞ എന്താണ്, സഗുണ ധ്യാനം ശ്രേഷ്ഠമാണ്, നിർഗുണ ധ്യാനം ചെയ്യുന്നവർ എന്നിൽ തന്നെ വന്നു ചേരും. ദേ അറ്റെയിൻ മീ. ഇപ്പോൾ ഒരു നദി സമുദ്രത്തിൽ ചേരുന്നത് പോലെ അവർ എന്നിൽ വന്ന് ചേരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, അപ്പോൾ ഈ സഗുണ ധ്യാനത്തിൻ്റെ അതിനൊരു സീക്വൻസ് എന്താണ്, ഏതാണ് ആദ്യം വരേണ്ടത്, അതിൻ്റെ ഓർഡർ എന്താണ് എന്നൊരു ചോദ്യം വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ചോദ്യം വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? അപ്പോൾ നമ്മൾക്കറിയാം സ്കൂള് കഴിഞ്ഞിട്ടാണ് കോളേജിൽ പോവുക. അതുപോലെ തന്നെ സഗുണ ധ്യാനം എന്നുള്ളത് നിർഗുണ ധ്യാനത്തിലേക്ക് എത്താനുള്ള ഒരു പ്രിപ്പറേഷനാണ്, ആദ്യത്തെ പടിയാണ്. അപ്പോൾ എല്ലാവരും സർവരും ആ നിർഗുണ ധ്യാനത്തിലേക്ക് എത്താൻ, അതായത് ഭഗവാൻ പറഞ്ഞില്ലേ നിർഗുണ ധ്യാനം ചെയ്യുന്നവർ ഈശ്വരനിലേക്ക് എത്തും, അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് സഗുണ ധ്യാനം. ആകുമ്പോൾ എല്ലാവരും സഗുണ ധ്യാനത്തിൽ തന്നെയാണ് തുടങ്ങേണ്ടത്. അപ്പം ഇവിടെ അർജുനനോട് അങ്ങനെ ഭഗവാൻ പറയുന്നില്ല ഈ ചോദ്യം തെറ്റാണെന്ന്. ആ ചോദ്യം ചോദിച്ചതിന് ഇങ്ങനെ രണ്ടിൻ്റെയും മാഹാത്മ്യം ആണ് ഭഗവാൻ പറയുന്നത്. അപ്പം എന്താണ്, നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലിക്കൊണ്ട് തുടരാം. ഏതാ ശ്ലോകം? 12-ാം അധ്യായം 2-ാം ശ്ലോകം. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്താ ഉപാസത്തെ ശ്രദ്ധയാ പരയോപേതാഃ തേ മേ യുക്തതമാ മതാഃ. അപ്പം മയി ആവേശ മനോ യേ മാം ഉപാസതേ. മയി ആവേശ മനോ യേ മാം ഉപാസതേ. അപ്പം ചില ആൾക്കാരുണ്ട്, അവർ എന്നെ ഉപാസിക്കുന്നു, എന്നെ ധ്യാനിക്കുന്നു. എങ്ങനെയുള്ള എന്നെ ധ്യാനിക്കുന്നത്? ഏത് തരത്തിലുള്ള എന്നെയാണ്? സഗുണം ആയിട്ടുള്ള എന്നെയാണ്. അപ്പോൾ സഗുണമായിട്ടുള്ള എന്നെ എന്ന് പറഞ്ഞാൽ ഈ ശ്രീകൃഷ്ണൻ എന്ന ഏക രൂപ ഈശ്വരനെയോ അല്ലെങ്കിൽ ഏകരൂപം അല്ലെങ്കിൽ അഥവാ അനേക രൂപ വിശ്വരൂപത്തിലുള്ള ശ്രീകൃഷ്ണനെയോ ആ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാനെ. വിശ്വരൂപം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെയുള്ള ഏതിൻ്റെയും രൂപ ഗുണങ്ങളോട് കൂടിയിട്ട് എന്നെ ആരാധിക്കുന്നു. അവരെങ്ങനെയാണ്? അപ്പോൾ ഏകരൂപത്തിൽ ആരാധിക്കുന്നതും വിശ്വരൂപത്തിൽ അനേക രൂപത്തിൽ ആരാധിക്കുന്നതും സഗുണങ്ങളോട് കൂടിയിട്ടാണ് അല്ലേ. അതിനെല്ലാത്തിനും നമ്മൾ പറഞ്ഞ പോലെ നാമരൂപങ്ങളുണ്ട്, ഫീച്ചേഴ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പം അവരെങ്ങനെയാണ് ആരാധിക്കുന്നത്? മയി ആവേശ്യ, അവരുടെ മനസ്സ് എന്നിൽ ആവേശിപ്പിച്ചിട്ട്, മനസ്സ് എന്നിൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടാണ് അവർ എന്നെ സഗുണഭാവത്തിൽ ആരാധിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം ഉപാസന ചെയ്ത് പിന്നെ നിർത്തി, പിന്നെ എപ്പോഴെങ്കിലും തോന്നുന്ന പോലെ
തുടർന്നല്ല, അവർ ദേ ആർ കൺസിസ്റ്റൻറ്റ്. ഓക്കെ, അവർ മനസ്സ് എന്നിൽ ഉറപ്പിച്ചുകൊണ്ട് സദാ കൺസിസ്റ്റൻ്റ്ലി നിത്യേന. അപ്പം അത് ഭഗവാൻ തന്നെ പറയും നിത്യയുക്ത. അപ്പം വളരെ കമ്മിറ്റഡ് ആയിട്ട്, നിത്യയുക്ത, വിടാതെ, സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ട്, കമ്മിറ്റഡ് ആയിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ എന്നെ ഉപാസിക്കുന്നു. അപ്പം അവർക്ക് എന്താണ്, അവർ പരയാ ശ്രദ്ധയാ ഉപേത. എങ്ങനെയാണ് അവർ ആരാധിക്കുന്നത്? പരയാ ശ്രദ്ധയാ ഉപേത എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, ഇൻറ്റൻസ് ഫെയ്ത്തോട് കൂടിയിട്ട്. വളരെ ശ്രദ്ധ എന്നുള്ള വാക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വളരെ ബഹുമാനത്തോടെ, താല്പര്യത്തോടെ, ശ്രദ്ധാപൂർവം നമ്മൾ പറഞ്ഞു അനന്യമായിട്ട് അവർ ഉപാസിക്കുന്നു. അപ്പം അങ്ങനെ ഉപാസിക്കുമ്പോൾ എന്താ പറ്റുക? അവരുടെ മനസ്സ് വളരെ വികസിക്കും. മനസ്സ് ശുദ്ധമാകും. മനസ്സ് വളരെ സെൻസിറ്റീവ് ആകും. അപ്പം ഒരു ടോട്ടൽ റിഫൈൻമെൻറ്റ് ഉണ്ടാകും. ഈ പറഞ്ഞത് ഇപ്പം മനസ്സ് ശുദ്ധമാകും എന്ന് പറഞ്ഞാൽ നമുക്ക് തുറന്നു നോക്കാൻ പറ്റും. ഓക്കെ, ഇന്നലെ എത്ര ശുദ്ധി ഉണ്ടായിരുന്നു, ഇന്ന് എത്രയാണെന്നുള്ളത് നമുക്ക് ടാഞ്ചിബിൾ ആയിട്ട് നോക്കാൻ പറ്റില്ല. മനസ്സ് വികസിച്ചു എന്ന് പറഞ്ഞാൽ അതും നമുക്ക് ഒരു മെഷർ ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. വളരെ സെൻസിറ്റീവാണ്. ഈ വക കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് തൊട്ടിട്ടോ മെഷർ ചെയ്തിട്ടോ കണ്ടിട്ടോ അറിയാൻ സാധിക്കില്ല. ഇതെല്ലാം തന്നെ നോൺ ടാഞ്ചിബിൾ ആയിട്ട് റിസൾട്ടാണ്. അതെല്ലാം അനുഭവത്തിലൂടെ അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അവർ എന്നിൽ പരമമായ ശ്രദ്ധയോട് കൂടിയിട്ട് അങ്ങനെ ഉപാസിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആന്തരികമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാവുക. അപ്പം അവരുടെ ആന്തരിക വ്യക്തിത്വം തന്നെ മാറും. ആ ഒരു പരിണാമം അവിടെ ഉണ്ടാവും, ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഭക്തൻ, നമുക്കൊരു ഭക്തിയുടെ ഇപ്പം ഭക്തിയുടെ ഒരു തലമാണല്ലോ നമ്മൾ ഈ സഗുണ ഉപാസന എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഭക്തിയുടെ ആ തലത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഭാവം എന്താന്ന് വെച്ചാൽ ഈ മാറ്റത്തെ, അപ്പം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റമാണ്. ആ മാറ്റത്തെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു റെഡിനെസ്, ആ ഒരു വില്ലിങ്നെസ് അത് നമുക്കുണ്ടാവണം. അപ്പം എപ്പോഴും അതെ, നമ്മൾക്ക് വളരണം, ഉയരണം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എക്സ്പാൻഷൻ വേണം, സെൻസിറ്റീവ് ആവണം, ട്രാൻസ്ഫോർമേഷൻ വേണം എന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് വി ഷുഡ് ബി വില്ലിങ് ടു എംബ്രേസ് ചേഞ്ച്. ആ ചേഞ്ച് നമ്മൾ റെഡി ആയിരിക്കണം. ഓക്കെ, ഐ എം റെഡി ടു ചേഞ്ച് എന്നുള്ള അതൊരു ബേസിക് ക്വാളിഫിക്കേഷനാണ്. അപ്പം നമുക്ക് അറിയാം, ഒരു വിത്ത് ആ മരമായി മാറണം എന്നുണ്ടെങ്കിൽ ആ മാറ്റത്തെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് ആ വിത്ത് ഒരു ചെടിയായിട്ട്, ഒരു മരമായിട്ട്, ഒരു വൻ വൃക്ഷമായി മാറണമെന്നുണ്ടെങ്കിൽ ആ മാറ്റത്തെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള റെഡിനെസ് ഉണ്ടായിരിക്കണം. അപ്പം ഒരു ഭക്തൻ്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ, ബേസിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് റെഡിനെസ് ഫോർ ചേഞ്ച് എന്നുള്ളത്. എന്നാൽ മാത്രമാണ് ഗ്രോത്ത് എന്നൊരു സംഭവം ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ ശ്രദ്ധാപൂർവമുള്ള ആ ധ്യാനം കൊണ്ട് എന്താ പറ്റുക? ആ ട്രാൻസ്ഫോർമേഷൻ, ഇന്നർ നമ്മൾ പേഴ്സണാലിറ്റി ട്രാൻസ്ഫോംഡ് ആവും. അപ്പം ഭഗവാൻ പറയണം, തേമേ യുക്തതമാ മത. അവർ അങ്ങനെ എന്നെ ധ്യാനിക്കുന്നതേ, അവർ സഗുണ ധ്യാനത്തിലൂടെ സഗുണ ധ്യാനം ചെയ്യുന്ന അവർ വളരെ മാഹാത്മ്യം ഉള്ളവരാണ്. അപ്പം അത് വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവർ യുക്തതമ ആണെന്നാണ് പറയുന്നത്, ഞാൻ പറയുന്നു എന്ന് പറയാം. ഇവിടെ വരെയാണ് നമ്മൾ നോക്കി. ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാനപ്പോൾ നമ്മളെ കുറച്ച് കൺഫ്യൂസ് ചെയ്യും. ഇപ്പോൾ അതായത് സഗുണ ധ്യാനം അല്ലെങ്കിൽ സഗുണ ഭക്തി ഉള്ളവർ വളരെ സുപ്പീരിയർ ആണ് എന്ന് പറഞ്ഞിരുന്ന ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത്? നമ്മൾ അപ്പം നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കണം. ഇവിടെ കമ്പാരിസൺ സാധ്യമല്ല എന്നത്
അറിയിക്കുകയാണ് അർജുനന് ലൂടെ നമ്മൾക്കും. ഓക്കെ, മൂന്നാമത്തെ ശ്ലോകത്തിൽ ഏത്വക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസത്തെ സർവത്ര ഗമചിത് സർവത്രമഗം സർവത്രമ സർവത്ര ഗമചിത് സർവത്ര ഗമചിന്യം ച കൂടസ്ഥമചലം ധ്രുവം. അപ്പം ഇനി ഭഗവാൻ പറയണം, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി അടുത്ത ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പറ്റി പറയാണ്. അപ്പോൾ നമുക്ക് ശ്ലോകം വായിക്കുമ്പോൾ തന്നെ അറിയാം, അവിടെ ത്വക്ഷരം അനിർദ്ദേശ്യം എന്ന അർത്ഥത്തുള്ള. അപ്പോൾ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്താണ്? ഇനി വേറെ കുറച്ച് ആൾക്കാർ, അവർ നിർഗുണ ബ്രഹ്മധ്യാനമാണ് അവർ ചെയ്യുന്നത്. ഈ നിർഗുണ ബ്രഹ്മധ്യാനം ജ്ഞാനയോഗത്തിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ്. ഓക്കെ, ആ ധ്യാനം ഭക്തിയുടെ 5 തലങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അപ്പോൾ അഞ്ചാമത്തെ ഹയസ്റ്റ് ഓർഡർ ഓഫ് ഭക്തി, ആദ്യ സ്റ്റേജ് ഓഫ് ഭക്തി യോഗമാണ് ആ നിർഗുണ ധ്യാനം എന്ന് പറയുന്നത്. അപ്പം ആ നിർഗുണ ഈശ്വര ധ്യാനം ഈ ത്തിൻ്റെ മറ്റൊരു പേരാണ് നിധിധ്യാസനം. നമ്മൾ ശ്രവണ മനന നിധിധ്യാസനം എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പം നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ആ പരാപ്രകൃതിയെ ധ്യാനിക്കുന്ന അതിനെയാണ് നിധിധ്യാസനം. അത് ആ പരമമായ ചൈതന്യത്തെ ചൈതന്യമായി കണ്ട്, അവനവൻ്റെ ഉള്ളിലുള്ള ചൈതന്യമായി കണ്ട് ധ്യാനിക്കുന്നതിനെയാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് ഏതു അക്ഷരം പര്യുപാസതേ. അപ്പോൾ കുറച്ച് പേര് എന്താ ധ്യാനിക്കുന്നത്? അക്ഷരമായിട്ട്, അക്ഷര ബ്രഹ്മ. നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അക്ഷരം ബ്രഹ്മ. അപ്പോൾ ഈ പരമമായ ബ്രഹ്മമായിട്ട്, അക്ഷരബ്രഹ്മമായിട്ട്, അക്ഷരം ബ്രഹ്മം പരം എന്നാണ്. അപ്പോൾ അക്ഷരം ബ്രഹ്മം പരം. അപ്പോൾ ആ നിർഗുണ ബ്രഹ്മത്തെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് ഏത് വാക്കുകൾ ഉപയോഗിച്ചാലും നമുക്ക് ആ ബ്രഹ്മം എന്താന്നുള്ളത് നിർവചിക്കാൻ സാധിക്കില്ല. അപ്പം ഭഗവാൻ ഇവിടെ കുറച്ച് വാക്കുകൾ ആ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രഹ്മത്തെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് കുറച്ചൊന്ന് റീഓർഡർ ചെയ്തിട്ട് നോക്കാം ആ വാക്കുകൾ എന്തൊക്കെയാണ്. ഈ ബ്രഹ്മത്തെ, അക്ഷരബ്രഹ്മം എന്ന് വെച്ചാൽ ആ പരമമായ ബ്രഹ്മത്തെ കുറിച്ച്, അതായത് നിർഗുണമായ ഈശ്വര ചൈതന്യത്തെ കുറിച്ച് ഭഗവാൻ ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. ടു ഡിസ്ക്രൈബ് ദാറ്റ്. എന്താണ് അവ്യക്തം? അപ്പം നമ്മളിത് കണ്ടിട്ടുണ്ട്. ഈശ്വരൻ, ആ പരമ ചൈതന്യമായിട്ടുള്ള ഭഗവാൻ എന്ന് പറയുന്ന ആ ഈശ്വരൻ്റെ നമ്മൾ മുമ്പ് പഠിച്ചു, നമ്മൾ 5-ാം അധ്യായത്തിൽ അല്ലേ, ഹയർ നേച്ചർ, ലോവർ നേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഹയസ്റ്റ് നേച്ചർ എങ്ങനെയാണ്? അവിടെ അവ്യക്തമാണ്. അവ്യക്തം എന്ന് വെച്ചാൽ നമ്മുടെ സർവ ഇന്ദ്രിയ അഗോചരം എന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമുക്ക് അറിയാൻ പറ്റാത്തത്. ഗോചരം എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇത് അഗോചരമാണ്. സോ ദാറ്റ് ഈശ്വര സങ്കല്പ ഈസ് നോട്ട് പെർസീവബിൾ, നോൺ പെർസെപ്റ്റിബിൾ ബൈ അവർ 5 സെൻസസ്. അപ്പം ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ വക ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അശബ്ദം, അസ്പർശം, രൂപ, രസമാവും എങ്ങനെ നമ്മൾ പെർസീവ് ചെയ്യുക? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അത് അറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ എന്തും, ഓക്കെ, ഈ ലോകത്തിലെ എന്തിനെയും നമ്മൾ അറിയുന്നത് ഈ 5 വഴിയിൽ കൂടെയാണ്. ഒന്നുകിൽ അതിന് ശബ്ദം ഉണ്ടാവും, അല്ലെങ്കിൽ തൊടാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊരു രുചി ഉണ്ടാവും. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം അല്ലേ? ഈ 5 കാര്യങ്ങളിലൂടെയാണ് നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ ലോകത്തെ എന്താ നമ്മൾ പറയുന്നത്? ഈ 5 കാര്യമുള്ളത് തന്നെ പ്രപഞ്ചം അല്ലേ? 5 എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സ് തന്നെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മുടെ ഋഷീശ്വരന്മാരുടെ ഒരു മഹാത്മ്യം നോക്കുക. അന്നേ അവർ കണ്ടുപിടിച്ചു ഇതിൽ ഇത്ര 5 കാര്യമുള്ളൂ, വേറെ പ്രത്യേകിച്ച് 6ാമത്തതൊന്നും ഇല്ല. അവർക്ക് അത്രയും ക്ലിയർ ആണ്. എന്നും 5 തന്നെയുള്ളൂ. അപ്പം
അങ്ങനെയാവുമ്പോൾ നമുക്കിപ്പോൾ സംശയം വരും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു രൂപമുണ്ട്. അധരം മധുരം, വദനം മധുരം, നയനം മധുരം, അല്ലേ? മധുരാധിപതി അഖിലം മധുരമായിട്ടുള്ള ആ ഒരു കൃഷ്ണനുണ്ട്. അപ്പം അതെന്താണ്? അതെന്താന്നുള്ളത് അതും നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്. ആ കൃഷ്ണൻ എന്ന് പറയുന്നത് മായാ മാനുഷ രൂപമായിട്ടുള്ള അപരാപ്രകൃതിയായിട്ടുള്ള ഭഗവാനാണ്. നമ്മൾക്ക് തുടക്കം അവിടെ നിന്നാവാം. തുടക്കം അങ്ങനെയുള്ള ആ ഇഷ്ടദേവതാ സങ്കല്പത്തിൽ രൂപത്തോടെയുള്ള ഫൈനൈറ്റായിട്ട്, അതായത് ഒരു കൃഷ്ണാഷ്ടമി ദിവസം ജനിച്ച് പിന്നെ ഭഗവാന്റെ എല്ലാ അവതാര ലക്ഷ്യങ്ങളും പൂർത്തിയാക്കിയിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന, അപ്പോൾ ഒരു സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഉള്ള ഫൈനൈറ്റാണ്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ആ കൃഷ്ണ ആ ഭഗവാൻ ആരാധന, ഇത് ഏത് ഈശ്വരനെയും നമുക്ക് അവിടെ കാണാം. ശ്രീകൃഷ്ണനാണെങ്കിലും അതെ, ദേവിയാണെങ്കിലും അതെ, പരമശിവനാണെങ്കിലും അതെ, ഗണപതി, ഏത് ഈശ്വരനെയും നമുക്ക് അങ്ങനെ കാണാം. പക്ഷെ അവിടെ നിൽക്കാതെ അതിനെ നമ്മൾ അവിടെ നിന്നും അത് ട്രാൻസെൻഡ് ചെയ്തിട്ട് അവിടെ നിന്നും ഉയരണം എന്നാണ്. അപ്പം നമുക്ക് അപ്പം അങ്ങനെ ആകുമ്പോൾ ഈശ്വരനെ നമ്മൾ എങ്ങനെയാണ്, അപ്പം ഇതൊന്നും നമുക്ക് കാണാൻ പറ്റാതെ കേൾക്കാൻ പറ്റാത്ത എങ്ങനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ തന്നെ നോക്കാം. നമ്മളെ തന്നെ നോക്കുമ്പോൾ നമുക്ക് പറയാം, നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ, നമ്മൾക്ക് ഉള്ളിൽ ദേഷ്യം വരുമ്പോൾ നമ്മൾ ആദ്യം പ്രകടിപ്പിക്കാതെ അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, അല്ലേ? പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് ആ ദേഷ്യം നമ്മളിലുണ്ട്. സന്തോഷമുണ്ട് അതുപോലെ തന്നെ. പ്രകടനത്തിന് മുമ്പായിട്ട് നമുക്ക് ദേഷ്യമുണ്ട്, സന്തോഷമുണ്ട്, ആങ്സൈറ്റി ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് തൊടാൻ, രുചിക്കാൻ, കാണാൻ, മണക്കാൻ എന്നൊക്കെ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇതെല്ലാം തന്നെ അത് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു സാധനം കൊണ്ടാണ്. അതിൻ്റെ പേരാണ് നമ്മളുടെ മനസ്സ്. പഞ്ചേന്ദ്രിയങ്ങൾ കഴിഞ്ഞിട്ട് ഇനി ഒരാളുണ്ട്, അതാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളെ റൂൾ ചെയ്യുന്ന ബോസ് ആയിട്ടുള്ള മനസ്സ്. അപ്പം ഇതൊക്കെ ഒരു ഐഡിയാസ് ഓർ കോൺസെപ്റ്റ്സ് ഇൻടാഞ്ചിബിൾ ആണ്. അപ്പോൾ ഭഗവാൻ ഇപ്പം പറയണം ഇവിടെ ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും ആ അക്ഷര ബ്രഹ്മത്തെ നമുക്ക് കൺസീവ് ചെയ്യാൻ, മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല. ആ നിർഗുണ തത്വം എന്നത് ആ ചിന്ത്യവുമാണ്. അതായത് മനസ്സുകൊണ്ടും നമുക്ക് പിടിക്കാൻ പറ്റില്ല, അത് ആ ചിന്ത്യമാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയും ഇതാവാൻ പറ്റില്ല. അൺഒബ്ജക്റ്റിഫയബിൾ ആണ്, ഇൻകൺസീവബിൾ ആണ് മനസ്സുകൊണ്ട്. അപ്പം മനോ ഒന്ന് ഇന്ദ്രിയ അഗോചരമാണ്, ഇന്ദ്രിയങ്ങൾക്ക് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഇന്ദ്രിയ അഗോചരം, അതേപോലെ മനോ അഗോചരമാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഈശ്വരനെ പറ്റി നമ്മൾ അറിയുക? ബിക്കോസ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിലും ഒരു നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന സാധനത്തെ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമാവുന്നില്ല, ഇതൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾക്കാണ് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുക, അല്ലേ? പക്ഷേ ഇവിടെ അതും സാധ്യമല്ല. ഭഗവാനെ നമുക്ക് വിവരിക്കാനും പറ്റില്ല. അപ്പം അതെന്താ? അടുത്ത വാക്കാണ് അനിർദ്ദേശ്യം. നമുക്ക് വിവരിക്കാനും നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അനിർദ്ദേശ്യം എന്ന് വെച്ചാൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തതും ആണ്. അപ്പം അങ്ങനെ ഒരു തത്വം, ഇപ്പം എന്താ പറയുക, അങ്ങനെ ഒരു തത്വം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പറ്റില്ല, മനസ്സുകൊണ്ട് പറ്റില്ല, അത് നമുക്ക് വാക്കുകൾ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താ ചെയ്യുക? അപ്പോൾ അങ്ങനെ പറ്റുമോ? അപ്പം നമുക്ക് പറ്റുമോ ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, പറ്റുമെന്ന് നമുക്ക് തോന്നില്ല. നമ്മൾ സഹസ്രനാമത്തിൽ അതാ പറയണ, അപ്രമേയോ ഋഷികേശ പത്മനാഭോ അമരപ്രഭു, അല്ലേ? അവിടെയും അപ്പോൾ കൺഫ്യൂഷനാണ്. അപ്പോൾ ചിലർ പറയും ഋഷികേശ പത്മനാഭോ മരപ്രഭു. അത് കുഴപ്പമില്ല, അമരപ്രഭുവും ഭഗവാൻ തന്നെയാണ്, മരപ്രഭുവും ഭഗവാൻ തന്നെയാണ്, എല്ലാം സർവ്വതും അതായത് ദേവന്മാരുടെ പ്രഭു. അമരപ്രഭു എന്ന് വെച്ചാലും ഭഗവാൻ തന്നെയാണ്. ഇനി മരത്തിൻ്റെ
മരത്തിന്റെ പ്രഭു വെച്ചാലും ഭഗവാൻ തന്നെയാണ്. അല്ല, ഇനി മരിച്ചു പോകുന്നവരുടെ മരണമുള്ളവരുടെ അത് ആ പ്രഭുവാണെങ്കിലും ഭഗവാൻ തന്നെയാണ്. എല്ലാം സർവം ഭഗവാൻ തന്നെയാണ്. അപ്പോ ഭഗവാൻ എന്ന് വെച്ചാല് അപ്രമേയവുമാണ്. അപ്പോൾ നമ്മൾ എന്ത് തീരുമാനിക്കും? നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമാണ്, മനസ്സിന് അഗോചരമാണ്, അപ്രമേയമാണ്. എങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു ഭഗവാൻ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് എളുപ്പത്തിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യാം അവിടെ. പക്ഷേ ഇവിടെ ഭഗവാൻ പറയാണ്, ആ ഭഗവാൻ, ആ തത്വം, ആ പരബ്രഹ്മം എന്ന് വെച്ചാൽ അടുത്ത വാക്ക് ഭഗവാൻ ഉപയോഗിക്കുകയാണ്, സർവത്രകമാണ്. സർവത്രകം എന്ന് വെച്ചാൽ എന്താ? എല്ലാവിടെയും വ്യാപിച്ചിരിക്കുന്നത്, സർവ ജഗത്തിലും വ്യാപിച്ചു നിൽക്കുന്നതാണ് ആ ഭഗവാൻ എന്ന് വെച്ചാൽ സർവത്രകം എന്ന് വെച്ചാൽ ഓൾ പെർവേഡിങ് ആണ്. വേദാന്തത്തിൽ അപ്പൊ എന്താ പറയുന്നത്? ആ തത് ത്വം അസി എന്ന്. അപ്പം ഭഗവാൻ ഓൾ പെർവേഡിങ് ആണ്, എല്ലാവിടെയും നിറഞ്ഞു നിൽക്കുന്ന ആ തത്വമാണ്, ആ ചൈതന്യമാണ് ഭഗവാൻ എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ എന്താ? ഓൾ പെർവേഡിങ് ആവുന്ന ഒരു കാര്യമാകുമ്പോൾ അത് അചലമാണ്. അത് നീങ്ങുന്നില്ല, അത് കനോട്ട് മൂവ്. അത് ഈ നീങ്ങാൻ എന്തെങ്കിലും ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ബൗണ്ടറി വേണം, വേണ്ടേ? എന്നാലല്ലേ ഒരു സാധനത്തിന് എല്ലാവിടെയും നിറഞ്ഞു നിൽക്കുന്ന എവിടെ നീങ്ങാനാണ്? സോ അത് അചലമാണ്. അത് അപ്പോൾ നമ്മളുടെ ഇപ്പൊ സഗുണമായ ശ്രീകൃഷ്ണൻ എന്ന സഗുണത്തോട് കൂടിയിട്ടാവുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് വേറെ ഭാഗത്തേക്ക് പോകും, വരും, ഇരിക്കും, നിൽക്കും. പക്ഷേ സർവവ്യാപിയായ ആ പരബ്രഹ്മം എന്ന് വെച്ചാൽ അത് അചലമാണ്. അപ്പൊ നിർഗുണ ഈശ്വരൻ എന്ന് വെച്ചാൽ അതിന് യാതൊരു തരത്തിലുള്ള രൂപവുമില്ല, അത് ഓൾ പെർവേഡിങ് ആണ്. അപ്പം അതിന് അനന്തമാണ്, അതിന് ബൗണ്ടറി ഇല്ല. അപ്പം ആകാശവത് സർവഗത, ആകാശം പോലെ എല്ലാവിടെയും വ്യാപിച്ചു നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്തിനാ ഈ പൂജകളൊക്കെ ചെയ്യണം? നമ്മുടെ പൂജകളെന്ന് പറഞ്ഞാൽ ഷോഡശോപചാരങ്ങളോട് കൂടിയിട്ടുള്ള പൂജയാണ് അല്ലേ? ഷോഡശോപചാര പൂജയിൽ നമ്മൾ ഭഗവാനെ, ദേവിയെ, ഏതാണോ ഈശ്വര ചൈതന്യത്തെ ആദ്യം നമ്മൾ ആവാഹിച്ച് ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ വേണ്ട എല്ലാ ഉപചാരങ്ങളും ചെയ്ത് പിന്നെ പൂജയ്ക്ക് ശേഷം നമ്മൾ പറഞ്ഞ് അയക്കുകയൊക്കെ ചെയ്യും. അപ്പം അതെന്താണ്? അത് അവിടെ നമ്മൾ ആരാധിക്കുന്നത് അതേ ഭഗവാനെ, അതേ ഈശ്വരനെ സഗുണഭാവത്തിലാണ്. അപ്പോൾ ഈ അക്ഷരമായ പരബ്രഹ്മമായ ഈശ്വര തത്വം എന്ന് പറയുന്നത് അത് ദേശപരിച്ഛേദരഹിതമാണ്, അത് അനന്തമാണ്, അത് നിർഗുണമാണ്. അപ്പം ഇനി അടുത്ത വാക്ക് ഭഗവാൻ ഉപയോഗിക്കുന്നത് എന്താണ്? അത് കൂടസ്ഥമാണ്. കൂടസ്ഥം എന്ന് പറഞ്ഞാൽ അത് കൂടസ്ഥം എന്ന വാക്കിന്റെ അർത്ഥം നിർവികാര, ചേഞ്ച്ലെസ് ആണ്. ഓക്കെ, ചേഞ്ച്ലെസ് ഓർ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഓൾ കൈൻഡ് ഓഫ് മോഡിഫിക്കേഷൻ. അതിന് മാറ്റമില്ല. ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും 6 തരത്തിലുള്ള മാറ്റങ്ങൾ സദാ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇവിടെ പ്രപഞ്ചത്തിലുള്ള എന്തിനും 6 തരത്തിലുള്ള മാറ്റങ്ങളാണ്. നമ്മൾ മുമ്പും അത് കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് 6 തരത്തിലുള്ള മാറ്റങ്ങൾ? അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരിണിമതേ, അപക്ഷീയതേ, വിനശ്യതി. അതായത് ഇവിടെയുള്ള എന്തും അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ഇറ്റ്സ് എക്സിസ്റ്റൻറ്റ് പൊട്ടൻഷ്യാലിറ്റി. എന്ന് വെച്ചാൽ അത് ഇപ്പം ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിത്ത് എന്നുള്ള ആ പ്രകടിതമാവാൻ ഉള്ള അവസ്ഥയിൽ, അത് എന്ത് അവസ്ഥയായിരിക്കാം. ഇപ്പം നമ്മളൊക്കെയും നമ്മളുടെ ജനനത്തിനും ഒക്കെ മുമ്പ് ഏതോ ഒരു രൂപത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഏതോ അത് ബട്ട് ഇറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ബിക്കം അസ്. അത് അസ്ഥി, ആണ് അസ്ഥി. പിന്നെ ജായതേ എന്ന് പറഞ്ഞാൽ ജനിക്കുക. അപ്പം ജനനത്തിന് മുമ്പുള്ളൊരവസ്ഥ ഉണ്ട് നമുക്ക്. പിന്നെ ജനിക്കുക, ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം എന്താ, ജനിച്ചു കഴിഞ്ഞാൽ അടുത്തത് വർദ്ധതേ. വർദ്ധതേ പറഞ്ഞാൽ നമ്മൾ വളരുക എന്നുള്ള 3ാമത്തെ അവസ്ഥ. വളർന്നു കഴിഞ്ഞാൽ പിന്നെ വളർച്ചയുടെ ഒരു ഭാഗം തന്നെയാണ്
വിപരിണമതേ എന്ന് വെച്ചാൽ നമ്മളിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. നമുക്കറിയാം നമ്മളിപ്പോൾ ജനിക്കുമ്പോൾ മാക്സിമം ഒരു 3.5 കിലോൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ 4 കിലോൻ്റെ ഉള്ളിലുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോൾ എവിടെ എത്തി എന്നുള്ളത് നമ്മൾ മാറിയില്ലേ. ആ പരിണാമം സംഭവിക്കുന്ന ആ മെറ്റമോർഫോസിസ്, ഒരു പൂമ്പാറ്റയാകുന്ന മെറ്റമോർഫോസിസ് പോലെ നമ്മളെല്ലാം അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പം വിപരിണമതേ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത സ്റ്റേജ് എന്താ? അപക്ഷീയതേ. പിന്നെ ഒരു ഡിക്ലൈൻ ആണ് അല്ലേ. ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ മാറ്റങ്ങളൊക്കെ താഴത്തേക്കാണ്, മുകളിലേക്കല്ല. അപ്പം അപക്ഷീയതേ എന്ന് ആ ഡിക്ലൈൻ, പിന്നെ അതിനുശേഷം ഒടുക്കം വിനശ്യതി എന്ന ആ മരണം. ഇങ്ങനെ 6 തരത്തിലുള്ള മാറ്റങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എന്തും കടന്നുപോയിക്കൊണ്ട് ഇരിക്കുന്നത്. അതിന് കാരണം എന്താണ്? അതിന് കാരണമുള്ള ഒരാളാണ് ആ കാലതത്വം. ആ കാലതത്വമായിട്ടുള്ള ഭഗവാനെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ അർജുനൻ ഭീതിപൂർവ്വം നോക്കുന്നത് കണ്ടു. അപ്പോൾ ഈ കാലം എല്ലാത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതാണ്. പക്ഷേ ഈ നിർഗുണ ശ്രീകൃഷ്ണ പരമാത്മാ എന്ന ആ നിർഗുണമായിട്ടുള്ള ആ പരബ്രഹ്മം അത് കൂടസ്ഥമാണ്. അതിന് ഈ 6 തലങ്ങൾ ഇല്ല. അതായത് അതിന് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് മോഡിഫിക്കേഷൻ. ഇറ്റ് ഈസ് ചേഞ്ച് ലെസ്. ഓക്കെ. അപ്പോൾ കാലപരിച്ഛേദ രഹിത, കാലത്തിന് ബാധിക്കാൻ പറ്റില്ല. അതാണ്. ബിക്കോസ് ആ കാലതത്വം തന്നെയാണ് ഭഗവാൻ. അത് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ കാലതത്വം തന്നെ ഭഗവാൻ ആകുമ്പോൾ അവിടെ എന്ത് മാറ്റം വരിക? ഒരു മാറ്റവും സംഭവിക്കില്ല. അപ്പം ഈ കൂടസ്ഥം, അപ്പോൾ ആ കൂടം എന്ന് വെച്ചാൽ നമ്മൾ ഈ മെറ്റലർജിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് മെറ്റലിനെയും ഷേപ്പ് ചെയ്യാനായിട്ട് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൻവിലിൽ വെച്ചിട്ട് ആണ് ചൂടായിട്ടുള്ള മെറ്റൽസിനെ അടിച്ച് അതിൻ്റെ ഷേപ്പൊക്കെ മാറ്റുന്ന അതാണ് ആ കൂടം എന്ന് പറയുന്നത്. ആ ആൻവിൽ, ആ കൂടം തന്നെയാണ് ഇവിടെയും. അപ്പം നോക്കൂ, അത് ശരിക്കും എന്താണ് ആ വാക്കിൻ്റെ ഉപയോഗം നമുക്ക് ശരിക്കും മനസ്സിലാക്കും. അപ്പം ആ കൂടം എന്നുള്ളത് ഏത് മെറ്റലിനെയും ആ ഷേപ്പ് കൊടുക്കാനുള്ള സപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ആ കൂടത്തിൻ്റെ മേലെ ഈ മെറ്റലിനെ കൂടത്തിന് മേലെ ഈ മെറ്റൽ ചൂടാക്കി വെച്ച് അതിനെ അടിച്ചും പരത്തിയും ഒക്കെ ആ മെറ്റൽ പല ഷേപ്പിലുമായിട്ട് മോഡിഫൈ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റായിട്ട് വരുമ്പോൾ ആ മെറ്റലിനുള്ള സപ്പോർട്ട് ഈ കൂടമാണ്. നമ്മളുടെയൊക്കെ അവസ്ഥ അതാണ്. നമ്മൾക്ക് ഈ കൂടത്തിൻ്റെ മേലെ, ആ സപ്പോർട്ടിൻ്റെ മേലെ നമ്മൾ ആ പരബ്രഹ്മത്തിൽ നമ്മൾ നിലനിൽക്കുന്നു. പക്ഷെ ആ പരബ്രഹ്മത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. നമ്മൾ ചൂടോടെ അടികൊണ്ട് മാറ്റങ്ങളിലൂടെ സദാ കടന്നുപോയി കൊണ്ടിരിക്കുന്നു. നമ്മളുടെ മനസ്സാണെങ്കിലും അതെ, നമ്മുടെ ശരീരമാണെങ്കിലും അതെ, സദാ മാറ്റങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആ മാറ്റങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കേണ്ട ഏതൊരു വസ്തുവിനും ഒരു മാറ്റമില്ലാത്ത ഒരു സപ്പോർട്ട് ഉണ്ടാകുകയും മതിയാവും. നമുക്കത് ഈ മെറ്റലർജിയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, റിയൽ പ്രാക്ടിക്കൽ എക്സാമ്പിൾ. അപ്പം ആ മാറ്റമില്ലാത്ത ആ വസ്തു എന്നുള്ള ഭഗവാൻ, അത് നമ്മളുടെ ഈ സബ്സ്ട്രാക്റ്റമായിട്ട് ആ പരബ്രഹ്മം നമ്മൾക്ക് നിലനിൽപ്പിന് ഉള്ള ആ ഒരു സപ്പോർട്ടായിട്ട് സദാ നിലനിൽക്കുന്നു, സാക്ഷീഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ. നമ്മളുടെ മനസ്സിന് വരുന്ന മാറ്റങ്ങളും നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങളും എല്ലാം തന്നെ വിറ്റ്നസ് ചെയ്തുകൊണ്ട് ഒരു മാറ്റവും ഇല്ലാതെ ഇവിടെ നിലനിൽക്കുന്നു. അപ്പം ആ പരബ്രഹ്മ അതിനെ അപ്പം നമ്മുടെ ആ ആൻവിലുമായിട്ട് ഈശ്വര കൂടസ്ഥം എന്നുള്ള കൂടം എന്നുള്ള ഈ വാക്കും നമുക്കൊരു കമ്പാരിസൺ വളരെ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് ഭഗവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ഇൻറ്ററാക്ഷനും, എവറി ഇൻറ്ററാക്ഷൻ, ഇത് നമ്മളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ല ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആണെങ്കിലും ഓരോ ഇൻറ്ററാക്ഷനും നമ്മളെ ഇങ്ങനെ ഈ കൂടത്തിലിട്ട് ഷേപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ ആവാം, അല്ലെങ്കിൽ ശരീരത്തെ ആവാം, അല്ലെങ്കിൽ രണ്ടിനെ ആവാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ മാറ്റത്തിനെ ഉൾക്കൊള്ളാൻ സദാ മനസ്സിനെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുക. ഓൾവേസ് ബി റെഡി ടു ചേഞ്ച്. അതെപ്പോഴേ സാധിക്കുള്ളൂ? വെൻ വി ആർ
വെരി ക്ലോസ് ടു ദ ചേഞ്ച്ലെസ്. ആ മാറ്റമില്ലാത്തതിനോട് കൂടി ഒരുമിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഈ അടിയൊക്കെ കിട്ടിയിട്ട് നല്ല ഭംഗിയുള്ള ആഭരണമോ ആയുധമോ ഒക്കെ ആയിട്ട് മാറാൻ പറ്റുള്ളൂ. അത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞത്? അപ്പൊ കൂടവ് തിഷ്ഠതി ഇതി കൂടസ്ഥ. അപ്പൊ ഭഗവാൻ പറയണ ആ പരമായ തത്വം എന്നുള്ളത് അത് നിർവികാരമാണ്. അപ്പൊ അതിന് മാറ്റമില്ലാത്തതാണ്. അത് ധ്രുവമാണ്. ധ്രുവം എന്ന് പറഞ്ഞാൽ അടുത്ത വാക്ക് ഭഗവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ധ്രുവം എന്ന് വെച്ചാൽ കാലത്തിന് അതീതമാണ്. ഇവിടെ സദാ എറ്റേണൽ, ഇറ്റ് ഈസ് ഓൾവേസ് വിൽ ബി ദെയർ. വാട്ട് വിൽ ബി ഓൾവേസ് ഹിയർ, അതാണ് ധ്രുവം. അപ്പോൾ ഭഗവാൻ സർവത്ര അചലം എന്ന് പറയുമ്പോൾ ഇവിടെ മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ചലിക്കാത്തതായിട്ടുള്ള ആ വസ്തു എന്ന് പറയുമ്പോൾ അത് ദേശ അതീതമായി, അതിന് പ്ലേസ് കൺസ്ട്രെയിൻറ്റ് ഇല്ല. ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ബൈ സ്പേസ്. അതേപോലെ കൂടസ്ഥം ധ്രുവം എന്ന് പറഞ്ഞ 2 വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് കാല അതീതവും ആകുന്നു. അപ്പോൾ ഈ 4 വാക്കുകളും ഒരുമിച്ച് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ സർവത്ര അചലം, കൂടസ്ഥം ധ്രുവം എന്ന് 4 വാക്കും കൂടെ ചേരുമ്പോൾ ഈ ഈശ്വരൻ ശ്രീകൃഷ്ണൻ എന്ന ആ പരമമായ ഭഗവാൻ ദേശകാല അവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. എവിടെ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ നാരായണ ഭട്ടതിരി നാരായണീയം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. സാന്ദ്രാനന്ദാവ ബോധാത്മകം എന്ന് തുടങ്ങുന്നത്. ദേശകാല അവധിഭ്യാം നിർമുക്തം, നിത്യമുക്തമായിട്ട്. അപ്പോൾ എന്നിട്ട് എന്താ അതിലൊരു ഐറണിയോ അല്ലെങ്കിൽ ഒരു കോൺട്രഡിക്ഷൻ എന്താന്ന് വെച്ചാൽ ആ ഭഗവാനാണ് എവിടെയുള്ളത്? ഗുരുവായൂരുള്ളത് എന്നാണ് ഭട്ടതിരി പറയുന്നത്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം? അപ്പം ദേശകാലത്തിന് അതീതനായിട്ടുള്ള ആ ഭഗവാൻ ആണ് ഗുരുവായൂരിൽ. അപ്പൊ ഗുരുവായൂരിലും ഉള്ളത് ആ ഭഗവാനാണ് എന്നർത്ഥം. സോ ഹീസ് ഓൾസോ ഇൻ ഗുരുവായൂർ. അവിടെ മാത്രം കൺസ്ട്രെയിൻഡ് ആയിട്ടല്ല എന്ന് മനസ്സിലാക്കാം. അതെന്തുകൊണ്ടാണ്? അതും ഭട്ടതിരി പറയുന്നുണ്ട്. ഗുരുവായൂരിലും നമുക്ക് അതിന് കാരണം എന്താണ്? അവിടെ നമുക്ക് ആ ഭഗവാന്റെ കാരുണ്യം അല്ലേ, ഭഗവാന്റെ ആ നിസ്സീമമായ കാരുണ്യം കൊണ്ട് നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ എൻ്റെ പോലെ ഉള്ള അല്പബുദ്ധികൾക്ക് അറിയാനായിട്ട് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് കൺസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രൂപത്തില് ഇപ്പൊ നമുക്ക് ആ ചതുർബാഹുവായിട്ടുള്ള മഹാപ്രഭു രൂപത്തിലോ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണന്റെ ഭാവത്തിലോ നമുക്ക് കൺസീവ് ചെയ്യാനായിട്ട് അവിടെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഭഗവാൻ പറയണ അപ്പം ചില ആൾക്കാർ ആ നിർഗുണമായിട്ട് ഉള്ള ബ്രഹ്മത്തെ അവർ ഉപാസിക്കുന്നു. എങ്ങനെ അവർക്കത് സാധിക്കുക? നിർഗുണമായിട്ട് ബ്രഹ്മത്തെ ഉപാസിക്കാൻ ആണ് ശ്രവണ മനന നിധിധ്യാസനങ്ങൾ വേണ്ടത്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു അട്രിബ്യൂട്ട്സും ഇല്ല. അവിടെ പറഞ്ഞു ഇത് നിരാകാരമാണ്, ഒരു ഗുണങ്ങളും അതീതമാണ്, ദേശകാലത്തിന് അതീതമാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗോചരമല്ല, മനസ്സുകൊണ്ടും ഗോചരമല്ല എന്നൊക്കെ പറയും. അപ്പം ഇങ്ങനെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഫീച്ചർലെസ് ആയിട്ടുള്ള ആ ബ്രഹ്മനെ എങ്ങനെയാണ് ധ്യാനിക്കുക അല്ലേ? അതൊന്നും ഇല്ലാത്തപ്പം ആ തലത്തിൽ ഈശ്വരനെ ധ്യാനിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് കൂടിയേ തീരൂ. ആ പ്രിപ്പറേഷൻസ് കൊണ്ട് നമുക്ക് എപ്പോഴും അറിയാം, നമുക്കൊരു പരീക്ഷകൾക്കാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമുക്കൊരു ക്വാളിഫിക്കേഷൻ നേടും അല്ലേ? അപ്പം എന്താണ് ആ പ്രിപ്പറേഷൻ കൊണ്ടുള്ള ആ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം വരും. അപ്പം അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. 4ാമത്തെ ശ്ലോകം. സംനിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. ക്വാളിഫിക്കേഷൻസ് ഭഗവാൻ പറയണം. ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ നമ്മളുടെ ഉപനിഷത്തിൻ്റെ എസൻസ് ആണ് ഗീത എന്ന് പറയുന്നത്. ഇതെല്ലാം ഉപനിഷത്തിൻ്റെ സംഗ്രഹം തന്നെയാണ്.
ആ ക്വാളിഫിക്കേഷൻസ് എന്താണ്? അപ്പോൾ ആ ക്വാളിഫിക്കേഷൻസിൻ്റെ പേരാണ് സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അസറ്റാണ്. ആ അസറ്റ് 4 തരത്തിലുള്ള അസറ്റാണ്. അപ്പോൾ 4 തരത്തിലുള്ള അസറ്റ് നമ്മൾ കുറച്ച് കാലമായില്ല നമ്മളിത് തുടങ്ങിയിട്ടല്ലേ. അപ്പം മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ. 4 Ds ആയിട്ട് നമുക്ക് അതിനെ ഷോർട്ട് ഫോമിലായിട്ട് ഓർത്ത് വെക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഡി എന്താണ്? ഡിസ്ക്രിമിനേഷൻ, വിവേകം. പിന്നെ രണ്ടാമത്തത് ഡിസ്പാഷൻ, വൈരാഗ്യം, വിവേക വൈരാഗ്യ. മൂന്നാമത്തത് ഡിസിപ്ലിൻ, നാലാമത്തത് ഡിസയർ. ഇങ്ങനെ 4 Ds ആണ്. ഡിസ്ക്രിമിനേഷൻ, ഡിസ്പാഷൻ, ഡിസിപ്ലിൻ, ഡിസയർ. ഈ 4 കാര്യങ്ങളാണ്. ഇത് തത്വബോധത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനും പറ്റും. അപ്പോൾ ഭഗവാൻ പറയാണ്, ഈ ഇന്ദ്രിയ ഗ്രാമം സംനിയമ്യ. അപ്പം ഇന്ദ്രിയ ഗ്രാമം സംനിയമ്യ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ അത് സ്വതവേ അതെങ്ങനെയാണ്? സ്വതവേ അത് പുറമേക്ക് നോക്കിയിട്ടുള്ളതാണ് അല്ലേ. നമ്മൾ കാണുന്നത് പുറത്തേക്കാണ്, കേൾക്കുന്നത് പുറത്തു നിന്നുള്ളതാണ്, രുചിക്കുന്നത് പുറത്തു നിന്നുള്ള കാര്യങ്ങളാണ്, അത് സ്പർശനവും പുറമേ നിന്നാണ്. അപ്പം ഈ ഇന്ദ്രിയങ്ങളെ അതും ഈ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങൾ മുഴുവനും പുറമെ ഉണ്ടെങ്കിലും ഇതിനെയൊക്കെ നമുക്ക് കൊണ്ട് എത്തിച്ചു തരുന്ന ഒരാൾ നമ്മളുടെ മനസ്സാണ്. ഇപ്പോൾ ഒരു ഒരു ചന്ദനത്തിരി, അത് പറഞ്ഞാൽ അതിന് സുഗന്ധമാണ് അല്ലേ. ആ സുഗന്ധം ഉള്ള ഒരു ചന്ദനത്തിരി ആണെങ്കിലും നമുക്ക് ആ മണം വളരെ സ്ട്രോങ് ആണ്, അതെനിക്ക് പറ്റുന്നില്ല. സുഗന്ധമാണ്, പക്ഷേ നമുക്ക് പറ്റുന്നില്ല. എന്താ കാരണം? നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു മജീഷ്യനാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളിൽ ഈ എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ മുഴുവൻ നമുക്കത് കൊണ്ടുവന്ന് തന്ന് മനസ്സിലാക്കി തരുന്നത് നമ്മളുടെ മനസ്സാണ്. അപ്പം നമുക്ക് ഈ ഭഗവാനെ അറിയാൻ നമ്മൾ എന്ത് വേണം? ഈ ഇന്ദ്രിയങ്ങളെയും ഈ മനസ്സിനെയും ഒന്ന് നിയമത്തിൻ്റെ കൊണ്ടുവരണം. അത് എങ്ങനെ കൊണ്ടുവരാം? അത് കൊണ്ടുവരാൻ നമുക്ക് കൊണ്ടുവന്നിട്ട് ഈ ഫീച്ചർലെസ് ആയിട്ടുള്ള ഈശ്വരനെ കാണാനുള്ള ക്വാളിഫിക്കേഷനല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഫീച്ചർലെസ് ആയിട്ടുള്ള ഈശ്വരനെ നമ്മൾ അറിയാൻ വേണ്ടി, അതായത് നിർഗുണ ധ്യാനത്തിനുള്ള ക്വാളിഫിക്കേഷൻ അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യമാണ് അറിയേണ്ടത്. ഇപ്പം നമുക്ക് ഒബ്ജക്റ്റിഫയബിൾ അല്ലാത്ത കാര്യങ്ങളെ എല്ലാം തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ടാണ് അല്ലേ. കാണുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ടാണ്. അപ്പോൾ ഈ കണ്ണുകൾ കൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിലെ കാണാവുന്ന നമ്മളുടെ വിസിബിൾ സ്പെക്ട്രത്തിലുള്ള, മനുഷ്യന് എത്രയാണോ അല്ലേ, ഡിഫറെൻറ്റ് ജീവജാലങ്ങൾക്ക് അവരുടെ വിസിബിൾ സ്പെക്ട്രം ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ മനുഷ്യൻ്റെ വിസിബിൾ സ്പെക്ട്രം നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ കാണാവുന്ന കാഴ്ചകൾ മുഴുവൻ തന്നെ നമുക്ക് കാണിക്കുന്നത് കണ്ണാണ്. അതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നൊഴികെ. ഏതൊഴികെ? ആ കാണാൻ നമ്മൾക്ക് കഴിവ് തരുന്ന കണ്ണുകൾ ഒഴികെ. നമ്മളുടെ കണ്ണുകളെ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. നമുക്കിപ്പോൾ കണ്ണാടി വെച്ച് കാണാം, പക്ഷെ കാണാം. പക്ഷെ ആ കണ്ണുകൾ നമുക്ക് കാണാം. നമ്മുടെ കണ്ണുകൾ നമുക്ക് കാണാൻ പറ്റില്ല. കണ്ണുകൾ കൊണ്ട് മറ്റെല്ലാത്തിനെയും കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിലെ അറിയാവുന്ന, നമ്മളെ കാണിച്ചു തരുന്ന, ഇവിടെ നമ്മളെ അറിയിക്കുന്ന ആ ശക്തിയെ അറിയാൻ ഒരു വഴിയേ ഉള്ളൂ. ആ അറിയിക്കുന്ന ശക്തി എന്താണ്? നമ്മളാണ് അല്ലേ. നമ്മൾ എന്ന ആ ബോധമാണ് നമ്മളെ എല്ലാതും അറിയിക്കുന്നത്. അപ്പം ആ ബോധം തന്നെയാണ് ഈശ്വരൻ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ദാറ്റ് അൺഎക്സ്പീരിയൻസബിൾ പ്രിൻസിപ്പിൾ ഈസ് ദ എക്സ്പീരിയൻസർ എലോൺ. നമുക്ക് ഇവിടെ മുഴുവനും നമുക്ക് കാണിച്ചു തരുന്ന എന്താണോ അത് നമ്മൾ തന്നെയാണ് എന്ന്. അപ്പോൾ ആ ഹയസ്റ്റ് സ്റ്റേജിലുള്ള ആ ഉന്നത തലത്തിൽ, ഏറ്റവും ഉന്നത തലത്തിലുള്ള കൃഷ്ണ തത്വം എന്ന് പറയുന്നതും ഈ നമ്മളാകുന്ന ഈ ഒബ്സർവറും വേറെ അല്ല എന്നതാണ്
ആ നിർഗുണ ധ്യാനം. അതുകൊണ്ട് ആ നിർഗുണ ധ്യാനം എന്നത് ആത്മധ്യാനം തന്നെ ആകുന്നു. അതുകൊണ്ടാണ് അവിടെ ആ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആ ധ്യാനത്തിൽ മാത്രമാണ് അഹം ബ്രഹ്മം അസ്മി എന്നത്. അഹം ബ്രഹ്മം അസ്മി. അപ്പം നമ്മൾക്ക് എപ്പോഴും എളുപ്പത്തിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു എക്സാമ്പിളാണ് ആ ആ ഒരു ഒരു തുള്ളി വെള്ളം. ആ തുള്ളി വെള്ളം ഞാൻ ഒരു തുള്ളി വെള്ളമാണ് എന്നത് മാറി ഞാൻ ഐ എം നോട്ട് ജസ്റ്റ് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ. I am not just a drop of, I am the ocean in a drop എന്ന തലത്തിലേക്ക് വരുന്ന അവസ്ഥയാണ്. I am not just a drop in the ocean, I am an ocean in that drop എന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ തലത്തിൽ, അപ്പം അത് ഈ ശ്രവണ മനന നിധിധ്യാസനത്തിലുള്ള നിഷ്ഠ കൊണ്ട് മാത്രമാണ് സാധിക്കുള്ളൂ. അപ്പം എന്ത് പറ്റും? ഐ ആം ദ ക്രിയേറ്റർ. ഇപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഇവിടെ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം അല്ലെ, ആ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം ആ ഈശ്വരനാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ജീവിത സൃഷ്ടിക്ക് കാരണം നമ്മളാണ് എന്നുള്ള ആ ബോധ്യം വരും. ആ ബോധ്യം വരുമ്പോൾ നമ്മൾ എന്താ പറ്റുന്നത്? നമ്മളുടെ പരിധികൾ, നമ്മളുടെ പരിമിതികൾ, നമ്മൾ വിചാരിക്കുന്ന നമ്മളുടെ ലിമിറ്റ്സ് അതെല്ലാം തന്നെ ഇല്ലാതെയാവും. ആ ലിമിറ്റ് ഇല്ലാതെ വരുന്ന ആ അവസ്ഥയ്ക്കാണ് പറയുന്നത് മോക്ഷം എന്ന് പറയുന്നത്. അപ്പം സ്വാമി ദയാനന്ദ സരസ്വതി ആ നിർഗുണ ധ്യാനത്തിന്, ആ പരമമായ ധ്യാനത്തിന് പറയുന്നതാണ് മെഡിറ്റേഷൻ അപ്പോൺ ദ മെഡിറ്റേറ്റർ. ദാറ്റ്സ് ഇറ്റ്. മെഡിറ്റേഷൻ ഇസ് അപ്പോൺ ദ മെഡിറ്റേറ്റർ. അപ്പം അതിന് ആ തലത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങളും, നമ്മൾ പുറമേക്കുള്ള 5 ഇന്ദ്രിയങ്ങളെ നമ്മൾ ഉള്ളിലോട്ട് തിരിക്കണം. അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ തിരിക്കണം, ഉള്ളിലേക്ക് തിരിക്കണം. അപ്പം 6-ാം അധ്യായത്തിലെ ധ്യാനം ഡീറ്റെയിൽഡ് ആയിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നതാണ് അല്ലേ. സംപ്രേക്ഷ്യ നാസികാ മധ്യേ അല്ലേ, ഇവിടെ കണ്ണുകൾ ഇങ്ങോട്ട് ഉള്ളിലേക്ക് നോക്കാനായിട്ട്, ഇങ്ങനെ മൂക്കിൻ്റെ പോലെ മൂക്ക് കാണാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഉള്ളിലേക്ക് ധ്യാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവനവനിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുറമേക്കുള്ള ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ പറയണ ഇന്ദ്രിയ നിഗ്രഹം ആണ്. ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാൻ ഇവിടെ ഗ്രാമം എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ഒരു ഗ്രാമം എന്ന് വെച്ചാൽ നമ്മളൊരു വില്ലേജ് എന്നല്ലേ പറയും. അപ്പോൾ അവിടെയും അതേ വില്ലേജ്, ഇവിടെ അങ്ങനെയല്ല, ഒരു ഗ്രൂപ്പ് എന്നാണ് അർത്ഥം. ഗ്രാമം എന്നുള്ളതിൻ്റെ അർത്ഥം ഗ്രൂപ്പ് കണ്ട്, ഗ്രൂപ്പ് എന്നാണ് അർത്ഥം. ഗ്രാമത്തിൻ്റെ അർത്ഥം ആ ഗ്രൂപ്പാണ്. അപ്പം ഏത് ഗ്രൂപ്പും ഒരു ഗ്രാമമാണ്. അപ്പം നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഹൗസസ് ഇൻ എ പ്ലേസ് അല്ലേ നമ്മൾ ഗ്രാമം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് നമുക്കറിയാം. ഈ 5 ഇന്ദ്രിയങ്ങളുണ്ട്, നമ്മുടെ മനസ്സുണ്ട്. സോ ദാറ്റ്സ് എ ഗ്രൂപ്പ്. ആ ഇന്ദ്രിയ ഗ്രാമങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആ ഗ്രൂപ്പിനെ നമ്മൾ സംയമിപ്പിച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ ഏതൊരു അവസ്ഥയിലും നമ്മളുടെ ആ ഒരു ഈക്വാനിമിറ്റി മെയിൻറ്റെയിൻ ചെയ്ത്, ഒരു ഈക്വാനിമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാഗദ്വേഷങ്ങളില്ലാതെ, അതായത് രാഗദ്വേഷങ്ങളുടെ ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവന്ന്, അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ മരിക്കുന്നവരെയും ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എത്രയുണ്ടോ എന്ന് കുറച്ച് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ശ്രമം, അതേ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾ മതി, ബാക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ഞാൻ ചെയ്തു തരാം. പക്ഷെ ആ ശ്രമിക്കാനുള്ള ആ ഒരു ചേഞ്ചിനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മതി. അപ്പം നമ്മുടെ അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ രാഗദ്വേഷങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആണ്. വി ഹാവ് സ്ട്രോങ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അത് കുറച്ച് കൊണ്ടുവന്നാൽ, ഇല്ലെങ്കിൽ എന്താ, കുറച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ എന്താ പറ്റുക? നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, അതിനാണ് നമ്മൾ വളരെ കൂടുതൽ നമ്മൾ അറ്റാച്ച്ഡ് ആകും. പിന്നെ അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഇഷ്ടക്കേടുകളും ഉണ്ട്. അപ്പോൾ വല്ലാതെ നമുക്ക് ദേഷ്യവും ദ്വേഷവും ഉണ്ടാവും. ഇത് രണ്ടും നമുക്ക് മനസ്സിനെ ധ്യാനിക്കാൻ എന്നല്ല, ജീവിക്കാൻ പോലും സമ്മതിക്കില്ല. അപ്പോൾ ഈ രാഗദ്വേഷങ്ങളുടെ ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവരിക, അതാണ് നമ്മുടെ ഈ
ഇന്ദ്രിയ ഗ്രാമങ്ങളെ ഒന്ന് നിയമത്തിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ. പിന്നെ അടുത്ത എന്താ വേണ്ടത്? അടുത്തത് ഭഗവാൻ പറയണ സർവഭൂത ഹിതേരത. സർവഭൂതം നമുക്ക് പറയാം. അപ്പൊ ഭൂതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭവിച്ചതെല്ലാം ഭൂതം, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം. അപ്പൊ സർവഭൂത ഹിതേരത. അപ്പൊ എല്ലാത്തിൻ്റെയും നന്മയിലെ ഒരു താല്പര്യം ഉണ്ടാവുക. അതായത് വെൽ ബീയിങ് ഓഫ് എവ്രിതിങ് ഒരു പ്രയോറിറ്റി ആയിട്ട് വെക്കുക. ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിൻ്റെയും വെൽ ബീയിങ് അത് ഒരു പ്രയോറിറ്റി ആയിട്ട് വെക്കും. അപ്പൊ അതിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സ് ഒന്ന് വലുതാവണം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ മനസ്സ് ചുരുങ്ങി നമ്മളെ മാത്രം, നമ്മളുടെ സുഖം, നമ്മളുടെ ഇഷ്ടം, നമ്മളുടെ ശരീരം, ഇതിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കാതെ ഒന്ന് മനസ്സിനൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് സർവഭൂതങ്ങളുടെയും എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സർവ്വതിൻ്റെയും വെൽ ബീയിങ്ങിനോട് ഒരു താല്പര്യം ഉണ്ടാകുക. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഇത് നമ്മുടെ സനാതനധർമ്മത്തിൽ മാത്രമുള്ളതാണ്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഇത് വേറെ എവിടെ നമുക്ക് കാണാൻ പറ്റുക? എവിടെയില്ല. സനാതനധർമ്മത്തിൽ മാത്രമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള സനാതനധർമ്മികളെയാണ് പലരും ഇൻക്ലൂഷൻ ഒക്കെ പഠിപ്പിക്കാൻ വരുന്നത്. എത്ര വിരോധാഭാസം നോക്കും. അപ്പം ഇവിടെയുള്ള സർവ്വതിനോടുമുള്ള ഒരു സെൻസിറ്റിവിറ്റി, ഒരു കമ്പാഷൻ, ഒരു എമ്പതി അത് ഉണ്ടാവുക. അതാണ് സർവഭൂത ഹിതേരത. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ സാധിക്കുക? അത് നമുക്ക് ഇവിടെ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മുടെ വെൽബീയിങ് നോക്കാറില്ല. നമ്മുടെ കുടുംബക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറ്റി 1008 കുറ്റങ്ങൾ ഉണ്ടാവും. അവർക്ക് അവരുടേതായിട്ടുള്ള കംപ്ലൈൻറ്റ്സ് വേറെ. അപ്പൊ ഇവിടെ സർവഭൂത ഹിതേരതത്തിന്റെ കാര്യം. അപ്പം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരികയാണ് ഒരു സിമ്പിൾ ടെക്നിക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ദിവസം നിങ്ങൾ 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. 1 മിനിറ്റ് പ്രാർത്ഥിക്കുക. ഇപ്പം ഇതേ പ്രാർത്ഥന തന്നെ ആവാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അല്ലെങ്കിൽ നമഃശിവായ, എന്തെങ്കിലും ഒരു പ്രാർത്ഥന. എന്നിട്ടോ നമ്മൾ അങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്യുന്ന ഒരു നമഃശിവായ ചൊല്ലിക്കഴിഞ്ഞാൽ എന്താണ് ഗുണം? നമ്മളുടെ പാപം തീരും എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ പാപം തീരും എന്ന് പറഞ്ഞാൽ എന്താ? പുണ്യം അല്ലേ കിട്ടുക. അപ്പൊ ആ 1 മിനിറ്റിന്റെ ആ പ്രാർത്ഥനയുടെ പുണ്യം ഉണ്ടല്ലോ, ആ പുണ്യം എന്നുള്ളത് ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനും നന്മ വരട്ടെ, അതിനായിട്ട് ഭവിക്കട്ടെ എന്നൊന്ന് വിചാരിക്കുക. അത്രമാത്രം. ആ 1 മിനിറ്റ് ഈ നമ്മളുടെ പ്രാർത്ഥനയുടെ പുണ്യം നമ്മളങ്ങോട്ട് ഗിഫ്റ്റ് ചെയ്യുക. അതൊരു വലിയൊരു ഗിഫ്റ്റാണ്. അങ്ങനെ ഇവിടെ വിഷമം അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ തീരട്ടെ, മനസ്സുകൾ സന്തോഷിക്കട്ടെ, മനസ്സുകൾ സമാധാനം വരട്ടെ എന്ന് ആ 1 മിനിറ്റ് പ്രാർത്ഥന ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും നന്മ വരട്ടെ എന്ന്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ലോകനന്മയ്ക്കായി ഭവിക്കട്ടെ. അത് ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും ലോകനന്മയ്ക്കായിട്ട് ഭവിക്കട്ടെ, നമ്മളൊരു ഉദ്യോഗം ചെയ്യുകയാണെങ്കിലും ലോകനന്മയ്ക്കായിട്ട് ഭവിക്കട്ടെ, ഒരു വീട് കെട്ടുകയാണെങ്കിലും ലോകനന്മയ്ക്കായിട്ട് ഭവിക്കട്ടെ. എന്തിനു വേണം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിൽ അതുകൊണ്ടും എനിക്ക് ലോകനന്മ ചെയ്യാനായിട്ട് വേണ്ട. അത് അങ്ങനെയും ആവാം. അത് അല്ലാന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് അതിനായിട്ട് ഉപയോഗിക്കുക. ആ പുണ്യം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അങ്ങനെ അതിനെയാണ് നമ്മൾ ആ ദയ, അനുകമ്പ, എംപതി, കമ്പാഷൻ എന്നൊക്കെ വാക്കുകളിലൂടെ പറയുന്നത്. അപ്പം ആ ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ ബ്രഹ്മജ്ഞാനം കിട്ടുള്ളൂ. നമ്മൾ എന്താ തുടങ്ങിയത്? ബ്രഹ്മജ്ഞാനത്തിലുള്ള ക്വാളിഫിക്കേഷനാണ്. അപ്പൊ ആ ക്വാളിഫിക്കേഷൻ ഇത് നിർബന്ധമാണ് അല്ലേ? ചില ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ കൺസിഡറേ ചെയ്യില്ല. നമ്മുടെ ക്വാളിഫിക്കേഷന്റെ കാര്യം നമുക്കറിയാം. അപ്പം ജ്ഞാനയോഗം എന്ന് വെച്ചാൽ ഹയസ്റ്റ് ഫോം ഓഫ് ഭക്തിയാണ്. അപ്പം ഈ ധ്യാന യോഗ്യതയ്ക്ക് വേണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ മതിയാവുള്ളൂ. എന്നിട്ടോ അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് ഭഗവാൻ പറയാണ്. തേ മാമേവ പ്രാപ്നുവന്തി, അവര് മാമേവ പ്രാപ്നുവന്തി, അങ്ങനത്തെ ആൾക്കാര് എന്നെ തന്നെ പ്രാപിക്കും. അല്ലെങ്കിൽ അവർ മാത്രം എന്നെ പ്രാപിക്കും, അങ്ങനെയും എടുക്കാം. ഓക്കെ, അപ്പോൾ അവർ മാത്രം എന്നെ പ്രാപിക്കുന്ന വെച്ചാൽ അവർ ഈ മോക്ഷ എന്നുള്ള തലത്തിൽ എത്തും. മോക്ഷം എന്താന്ന് നമ്മൾ പറഞ്ഞു, നമുക്ക് ആ ലിമിറ്റ് ഇല്ലാത്ത ആ ജീവിതം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഭഗവാൻ ആദ്യം പറഞ്ഞ ഉത്തരം എന്താണ്? സഗുണ ധ്യാനങ്ങൾ വളരെ നല്ലതാണ്, ശ്രേഷ്ഠമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു നിർഗുണ ധ്യാനം ചെയ്യുന്നവര് എന്നെ തന്നെ പ്രാപിക്കുന്നു. അപ്പൊ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്? രണ്ടും, സഗുണധ്യാനവും നിർഗുണ ധ്യാനവും എല്ലാവർക്കും വേണ്ടത് തന്നെയാണ്.
തുടർന്ന് 5-ാമത്തെ ശ്ലോകം. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യത്തെ. ഇവിടെ ഭഗവാൻ നിർഗുണ ധ്യാനത്തിൻ്റെ വഴി, ആ ജ്ഞാനയോഗം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്, എളുപ്പത്തിലൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ഭഗവാൻ തന്നെ പറയാണ്. ഓക്കെ, നമുക്ക് തന്നെ ഇപ്പം ഇതുവരെ കേട്ടപ്പോൾ നമുക്കറിയാം അതൊന്നും വലിയ എളുപ്പമുള്ള വഴിയല്ല, വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് തന്നെ ബോധ്യമായിട്ട് ഭഗവാൻ തന്നെ അത് തന്നെയാണ് പറയുന്നത്. ഭഗവാൻ വളരെ പ്രാക്ടിക്കലാണ്. ഭഗവാന്റെ അടുത്ത് ഒരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് വേണം. ഓക്കെ, അപ്പം ജ്ഞാനയോഗം എന്ന് വെച്ചാൽ എങ്ങനെ സാധ്യമാവുള്ളൂ? ശ്രവണ മനന നിധിധ്യാസനത്തിലൂടെ സാധിക്കുള്ളൂ. ആ നിധിധ്യാസനം എന്ന് വെച്ചാൽ ആ നിർഗുണ ധ്യാനമാണ്. അപ്പോൾ അതിനുള്ള തടസ്സങ്ങൾ, അപ്പോൾ ആ നിർഗുണ ധ്യാനം ചെയ്യാൻ തടസ്സങ്ങളും പ്രശ്നങ്ങളും വളരെ കൂടുതലാണ്. ഭഗവാൻ പറയാണ് ക്ലേശ അധികതരം, ഇന്യൂമറബിൾ, വളരെയേറെ അധികം ക്ലേശങ്ങൾ ഉള്ളതാണ്. ആർക്കറിയോ? ആർക്കാണ് ഇത്രയും ക്ലേശമുള്ളത്? അവ്യക്ത ആസക്ത ചേതസ, ഈ അവ്യക്തമായിട്ടുള്ള ഈ ഫോംലെസ് ആയിട്ടുള്ള ഈശ്വരനെ ധ്യാനിക്കുന്നത് അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അത് കഠോപനിഷത്തിൽ പറയുന്നത് ക്ഷുരസ്യധാര എന്നാണ് പറയുന്നത്. അതായത് ഒരു ഷാർപ്പ് എഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു സ്വാഡിന്റെ മീതെ നടക്കുന്നത് പോലെയാണ്, ക്ഷുരസ്യധാര പോലെ അത്രയും ഡിഫിക്കൽട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഷാർപ്പ് എഡ്ജ് സ്വാഡിന്റെ മേലെ കൂടെ നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അവ്യക്ത അതിൻ്റെ ഗതിഹി ദുഃഖമാണ്. വളരെ ആ ഗതി എന്ന് വെച്ചാൽ ആ ഡെസ്റ്റിനേഷൻ, ആ ഗോൾ, ഗതി, ആ ഗോൾ എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്, വളരെ കഷ്ടമാണ് അവിടെ എത്തിച്ചേരാൻ. അതായത് നിർഗുണ ധ്യാനം വളരെ കഷ്ടമാണ്. ആർക്കറിയോ? അതാണ് ഇപ്പോൾ എല്ലാവർക്കും അല്ല, നമ്മളെ പോലുള്ള മഹാത്മാക്കൾക്കൊന്നും അല്ല, ചില ആൾക്കാരുടെ കാര്യം പറഞ്ഞത്. ആർക്കറിയോ? ദേഹവിദ്ഭിഹി എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക്, ദേഹവിദ്ഭിഹി, സാധാരണ ആൾക്കാരല്ലേ മെജോറിറ്റി, സാധാരണക്കാർക്കാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും അല്ല, പേടിക്കണ്ട. ഭഗവാൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ഇതായിട്ട് ഭഗവത്ഗീതയ്ക്ക് ഇത്ര കേട്ടുകൊണ്ടിരിക്കുന്നവർക്കല്ല, വളരെ ഓർഡിനറി ആയിട്ടുള്ള മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ, നമ്മളെപ്പോലെ സ്പെഷ്യൽ ആൾക്കാർക്കുള്ള പറഞ്ഞിട്ടില്ല. ദേഹവിദ്ഭിഹി എന്ന് പറഞ്ഞാൽ വളരെ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ. എന്താണ് ഈ ഓർഡിനറി ആൾക്കാർക്ക് ഇത്രയേറെ തടസ്സകമാണ്, ഇത്രയേറെ കഷ്ടമാണ് എന്ന് പറയാൻ കാരണം? അതെന്താ കാരണം? ഒറ്റ കാരണമാണ്, നമ്മളുടെ ഭൂരിഭാഗം ആൾക്കാരും, ചോസൺ ഫ്യൂ അല്ലാതെ ഭൂരിപക്ഷമുള്ള ആൾക്കാരും എങ്ങനെയാണ്? സദാ ഈ ദേഹാഭിമാനത്തിൽ കുരുങ്ങിക്കിടക്കുന്നവരാണ്, അല്ലേ? ഈ സർവ്വ കാര്യങ്ങളും നമ്മളുടെ ഈ ദേഹമായിട്ട്, അതായത് സദാ നമ്മൾ ഈ അന്നമയ കോശത്തിൽ കുടുങ്ങി കിടക്കുന്നവരാണ്. പഞ്ചകോശ പ്രിൻസിപ്പിളിൽ അന്നമയ കോശം ആണ് ആദ്യത്തെ ലെയർ, ആ ഫസ്റ്റ് നമ്മളുടെ കവറിംഗ് എന്ന് പറയുന്നത് അന്നമയ കോശം. ആ അന്നമയ കോശത്തിലാണ് നമ്മളുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒക്കെ അതിൽ തന്നെ കുരുങ്ങി കിടക്കുന്നതാണ്. അതായത് വി ആർ സോ ഒബ്സെസ്ഡ് വിത്ത് ബോഡി. അങ്ങനെ ഉള്ളവർ ഈ ഒബ്സെസ്ഡ് വിത്ത് ബോഡി ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 2 പ്രശ്നങ്ങളാണ്. ഒന്നെങ്കിൽ വളരെ ആലസ്യമായിരിക്കും, ടൂ ലേസി ആയിരിക്കും. അല്ലെങ്കിൽ ടൂ ലേസി എന്താ? അയ്യോ എനിക്കോ, ഞാനോ, എനിക്ക് ഇവിടുന്ന് എണീക്കണോ, ഞാൻ ചെയ്യണോ എന്ന് വെച്ചാൽ ഈ ശരീരം കൂടെ നീങ്ങണ്ടേ, അതന്നെ ആലസ്യാണ്, മടിയാണ്. അതെന്താ ഈ മടി എത്രയും കുറിച്ച് ദേ ആർ സോ ഒബ്സെസ്ഡ് വിത്ത് ദെയർ കംഫർട്ട് ഓഫ് ദെയർ ബോഡി. അപ്പോൾ ഈ ദേഹാഭിമാനം ഏറ്റവും കൂടുമ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ്, വളരെ ടൂ ലേസി ആയിരിക്കും. അല്ലെങ്കിലോ ടൂ ബിസി ആയിരിക്കും. ടൂ ബിസി പറഞ്ഞാൽ ടൂ ബിസി, ഇത് ടൂ ലേസി ഓർ ടൂ ബിസി, ഇത് 2 പ്രശ്നമാണ്. ടൂ ബിസി എന്താ? ഇത് പോരാ, അത് പോരാ, അത് കഴിയണം, ഇത് ചെയ്യണം, റിട്ടയർമെന്റ് കഴിയട്ടെ ഗീത കേൾക്കാൻ, അത് കഴിയട്ടെ കുട്ടിയാവട്ടെ ഗീത കേൾക്കാൻ, ഒന്നിനും സമയം ഉണ്ടാവില്ല. ആ ഓടി നടക്കണം. എന്തുകൊണ്ടാണ്? അവരുടെ ആ ഈ ഫിസിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ, ഫിസിക്കൽ നീഡ്സ് അതിൽ കൂടെ സോ അറ്റാച്ച്ഡ് ആണ്. അതല്ലാതെ വേറെ ഒന്നും തന്നെ ചിന്തിക്കാനുള്ള അവർക്ക് സമയവും
തരവില്ല. അപ്പം അതിനെക്കുറിച്ച് മാത്രമായിരിക്കുമ്പം എന്താ പ്രശ്നം? ഈ 2 കൂട്ടരാണെങ്കിലും സദാ വർറീഡ് ആയിരിക്കും. ഈ ലേസിയും ടൂ ബിസി ആൾക്കാര് സദാ വർറീഡ് ആയിരിക്കും. അവരുടെ മനസ്സ് ഏഹ്, ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. ഓൾവേസ് ടെൻസ്ഡ് ആൻഡ് സ്ട്രെസ്ഡ്. ഓക്കെ. അതുകൊണ്ട് അവരുടെ എല്ലാ റിലേഷനും നമ്മളുടെ എല്ലാ ബന്ധങ്ങളും ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ലേ. അതുകൊണ്ട് സദാ അവര് ഈ ലിമിറ്റിംഗ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും. സദാ കലുഷിതമായിരിക്കും. അങ്ങനത്തെ ഒരു മനസ്സ് ഉണ്ടാവുമ്പോൾ അവർക്ക് എങ്ങനെ ഒരു ഫോംലെസ് ആയിട്ടുള്ള ഒരു ഈശ്വരനെ കാണാനോ ട്രാൻസ്ഫോം ആവാനോ സാധിക്കില്ല. അപ്പൊ ഈ ട്രാൻസ്ഫോം എന്നുള്ള വാക്ക് അതെന്താ? ഇറ്റ്സ് ട്രാൻസെൻഡിങ് ഫോം. ഇപ്പൊ ഫോം ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. ട്രാൻസെൻഡിങ് ദ ഫോം ഈസ് ട്രാൻസ്ഫോം. അപ്പൊ മനസ്സിനെ അങ്ങ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ പറയാണ്, ഈ ദേഹാഭിമാനം എത്രമാത്രം കൂടുതലാണോ അത്രമാത്രം ജ്ഞാനയോഗം ബുദ്ധിമുട്ടായിരിക്കും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.